ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, നിങ്ങളൊരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ മെയിൻ റോഡ് സൈഡിൽ നല്ല ലെവലായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നല്ല നല്ല ഷോറൂമുകൾ തുടങ്ങാനും അതുപോലെ തന്നെ ഓഡിറ്റോറിയം ഒക്കെ തുടങ്ങാനൊക്കെ പറ്റി നല്ല കിടുക്കാച്ചിയായി കിടക്കണ ഒരു 2.5 ഏക്കർ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ കാണുന്നത് തന്നെയാണ് സ്ഥലം. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ചാനൽ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലോ പ്രോപ്പർട്ടികളൊക്കെ തൊഴിൽ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മൾ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിൽ നിന്ന് പയ്യന്നൂർ പോണ റോഡിൽ മാരുതി ഷോറൂമിൻ്റെ അടുത്ത് കുണ്ടന്തടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ ഈ ഒരു സ്ഥലം വരുന്നത് കേട്ടോ. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഇതാ കുണ്ടന്തടം എന്നാണ്. ഇനി നമുക്ക് സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിരും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. ചങ്കള നമ്മളെ ഒരു സ്ഥലം വരുന്നത് ചെറുപുഴ പഞ്ചായത്തിൽ പെട്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ചെറുപുഴ എന്നൊക്കെ വരാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സൈഡിലേക്ക് ഇവിടേക്കൊക്കെ ഫുള്ള് ബിൽഡിങ്ങുകളെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ കാണുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷോറൂമാണ് ആ കാണുന്നത്. നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ ഇതാക്കണം. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത്. ഫുള്ള് ലെവലായി കിടക്കണം മുതൽ സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ റോഡ് കാണുന്നത് നമ്മളെ പ്ലോട്ടിനകത്തോട്ടുള്ള വഴി തന്നെയാണ്. പിന്നെ ഇതാക്കണേ, നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ബിസിനസ് പരമായ ആവശ്യങ്ങൾക്കൊക്കെ സ്ഥലങ്ങളൊക്കെ എടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തിടാൻ പറ്റിയ കിണ്ണം കാച്ച ഒരു മുതൽ സ്ഥലം തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് ചെറുപുഴയിൽ നിന്ന് വരുന്ന റോഡാണ്. ചെറുപുഴയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പയ്യന്നൂരിനും പോകണം കേട്ടോ. പയ്യന്നൂരിന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരമുള്ളത്. പിന്നെ എല്ലായിടത്തോട്ടും ബസ് സർവീസുള്ളതാണ്. ചെറുപുഴയിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് പയ്യന്നൂർ, അതുപോലെ എന്താ പറയുക, പെരിങ്ങോം, അതുപോലെ തിരുമേനി, എല്ലായിടത്തോട്ടും ബസ് സർവീസൊക്കെ ഇഷ്ടം പോലെയുള്ള കേട്ടോ. ബസ്സൊക്കെ ഇഷ്ടം പോലെയുള്ളതാണ്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലോട്ട് ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്രോൾ പമ്പ് തുടങ്ങാം, EV ചാർജിങ് സ്റ്റേഷൻ, അതുപോലെ ഓഡിറ്റോറിയം. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഈ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലോട്ടുകളായി മുറിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് മൊത്തമായിട്ട് എടുക്കണമെങ്കിൽ മൊത്തമായിട്ട് എടുക്കാം. ഇനിയിപ്പോൾ അല്ല പ്ലോട്ടുകളായിട്ട് 10 സെൻറ്റ് 20 സെൻറ്റ് അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പ്ലോട്ടുകളായിട്ട് വേണ്ടിച്ചെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെ കേട്ടോ. സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ എൻ്റെ നമുക്ക് ഏകദേശം ഇവിടം വരെയാണ് വരുന്നത്. ഇവിടെ ഈ ഒരു സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ ഈ കാണുന്നത് ഇത് ഫർണിച്ചറിൻ്റെ ഷോപ്പാണ് ഈ കാണുന്നത്. പിന്നെ ആ കാണുന്നത് ഒരു ഫർണിച്ചറിൻ്റെ ഷോപ്പാണ്. തൊട്ടപ്പുറത്ത് ആ കാണുന്നത് മാരുതിൻ്റെ ഷോറൂമാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാർക്കൊക്കെ ബിസിനസ് പരമായ ആവശ്യങ്ങൾക്കൊക്കെ ഇതേപോലെ മെയിൻ റോഡ് സൈഡിലൊക്കെ സ്ഥലങ്ങളൊക്കെ എടുക്കാൻ ഉദ്ദേശിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ എടുത്തിടാൻ പറ്റിയ നല്ല കിണ്ണം കാച്ചും മുതല സ്ഥലമാണ്. ഇനി നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിലൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. ബസ്സാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് മിനിറ്റിന് ബസ്സുണ്ട്. ഇനിയിപ്പോൾ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇതാക്കുന്നത് ഇഷ്ടം പോലെയാണ് ബസ്. ഇതാക്കുന്നത് ചെറുവത്തൂർ, നീലേശ്വരം, പെരിങ്ങോം, ചീമേനിയൊക്കെ പോണ ബസ്സാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ സ്ഥലം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീടൊക്കെ വെച്ച് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അടുത്ത് ആരാധനാലയങ്ങൾ പറഞ്ഞാൽ ഇവിടെ കാക്കഞ്ചാരം എത്തിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അമ്പലത്തിലോട്ടാണെങ്കിലും നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ സ്കൂളിലോട്ട് പിള്ളേരൊക്കെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാക്കഞ്ചാരം നമുക്ക് ഹൈസ്കൂളുണ്ട്. പിന്നെ അതുപോലെ ചെറുപുഴയ്ക്ക് എത്തിക്കഴിഞ്ഞാലും ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സൗകര്യമാണെങ്കിലൊക്കെ നമുക്ക് ഈ 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ചെറുപുഴയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലും അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലും സൗകര്യങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ചെറുപുഴ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാലുണ്ട്. അടുത്തുണ്ട് ചെറുപുഴ ടൗൺ പറഞ്ഞാൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അത്യാവശ്യം എല്ലാവർക്കും അറിയണതാണ് വലിയ ടൗണും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് സ്ഥലത്തിന് അതോട് പോയിട്ട് കാണിച്ചു കൊടുക്കല്ലേ? പ്ലോട്ടിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് ഈ ചങ്കളങ്ങൾ ഫുള്ള് ലെവലായി കിടക്കുകയാണ്. ഇത് കണ്ടില്ല ഞങ്ങൾ മൊത്തം 2.5 ഏക്കർ സ്ഥലം ഇങ്ങനെ നിരന്ന് ഒരേ ലെവലിൽ വാട്ടർ ലെവലിൽ കിടക്കട്ടോ. നല്ല കിണ്ണം കാച്ച മുതൽ സ്ഥലം വന്ന് കണ്ട് ഞങ്ങൾ എടുക്കാതെ ഞങ്ങൾ പോകൂല. മെയിൻ റോഡ് സൈഡിലൊരു ബിസിനസ് തുടങ്ങാൻ, എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ ഇനി പല സ്ഥലങ്ങൾ മേടിച്ചിടാനോ ഇനിയിപ്പോൾ അതേമാതിരിക്ക് എന്തെങ്കിലും ഒരു ഏർപ്പാടൊക്കെ തുടങ്ങണം എന്നൊക്കെ മനസ്സിൽ സ്വപ്നം കണ്ടെടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ കാണുന്ന മുതലുകൾ വിട്ടാളേണ്ട കേട്ടോ. അത്ര നമുക്ക് ഇങ്ങോട്ട് പറയാൻ വയ്ക്കുള്ളൂ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കാണാം. നമുക്ക് ഇവിടുന്ന് മൊത്തത്തിൽ കാണാം. കണ്ടില്ല ഞങ്ങൾ ഇതിപ്പോൾ നമ്മൾ പ്ലോട്ടിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഏകദേശം നമുക്ക് അങ്ങാര് വീട് കാണേണ്ട അവിടം വരെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം ബാക്ക് സൈഡോട്ടുള്ള അതിരൊക്കെ നമുക്ക് വരുന്നത്. പിന്നെ ഈ സൈഡിൽ കൂടെ നമുക്ക് ഇവിടെ റോഡ് പോകുന്നുണ്ട്. നമ്മളെ പ്ലോട്ട് കൂടെ തന്നെയുള്ള റോഡ്, അങ്ങോട്ടുള്ള റോഡാണ് കേട്ടോ. കണ്ടില്ല ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങാര് വീട് കാണേൻ്റെ അവിടം വരെയാണ് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ടുള്ള അതിരെല്ലാം വരുന്നത്. നമുക്ക് അങ്ങോട്ട് കുറച്ചുകൂടി പോയി കാണിച്ചു കൊടുക്കാം. നമുക്ക് വണ്ടികളൊക്കെ വാഹനങ്ങളൊക്കെ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമ്മളെ പ്ലോട്ടോട്ട് വരാനുള്ള റോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ? അതെ. പറമ്പിന്റെ നടുവിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ 4 ഭാഗത്തേക്കാണ്ട് ഒഴിക്കുക. തൽജാതി മുതൽ കിണ്ണം കാച്ച സ്ഥലമാണ്. ഈ ഒരു പ്ലോട്ടിനകത്ത് നിങ്ങൾക്ക് 10 സെൻറ്റോ 20 സെൻറ്റോ എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അളന്ന് മുറിച്ചാണ് മേടിക്കാം അല്ലേ? അതെ. ഇതുണ്ടല്ലേ, അതാണ് അതുവരെ നമുക്ക് ഈ ഒരു പ്ലോട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തുണ്ട് നമുക്ക് പ്ലോട്ട്.
അതുവരെ നമുക്ക് ആ ഒരു വീട് ഉണ്ടെങ്കിൽ അതുവരെ നമ്മളെ ഈ ഒരു സ്ഥലത്തിൻ്റെ അതിര് വരുന്നുണ്ട് കേട്ടോ. അതെ. അപ്പോൾ ഈ ഒരു പ്ലോട്ടിനകത്ത് നിങ്ങൾക്ക് 10 സെൻറ്റോ 20 സെൻറ്റോ അതല്ല മൊത്തമായിട്ട് വേണമെങ്കിൽ മൊത്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. എങ്ങനെ വേണോ നിങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ടുള്ള കോൺടാക്ട് ചെയ്യാനുള്ള അവസരം കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ഓണറുടെ നമ്പറാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു വില്ല പ്രൊജക്റ്റ് ഒക്കെ നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിർത്താൻ പറ്റുന്ന മുതൽ സ്ഥലമായിട്ട് പ്ലോട്ടുകളാക്കി മുറിച്ച് കൊടുക്കുക, ഇനിയിപ്പോൾ അതിനകത്ത് വീട് വെച്ച് കൊടുക്കുക ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള ഒരു കിടിലം പ്ലോട്ടാണ്. സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ടൗണിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ അകലത്തിൽ കുണ്ടന്തടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ ഡയറക്റ്റ് ഓണറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ അതിലൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ. നമ്പർ 98 95 18 18 86 കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ബന്ധുക്കളൊക്കെ ആരെങ്കിലും ഈ ഒരു ഏരിയയിലെ സ്ഥലങ്ങളൊക്കെ കുറേ ഉള്ളിൽ നിന്നൊക്കെ ഇത് ടൗൺ ഏരിയയിലോട്ട് വന്നിട്ട് സ്ഥലങ്ങളൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവരുടെ വാട്സപ്പ്, ഫേസ്ബുക്ക് അക്കൗണ്ടിലോട്ട് ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താലും മതി അല്ലേ? അതെ. പടപടാണ്ട് വിട്ടോളിട്ടോ ഷെയർ ചെയ്ത് കണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. ബൈ.